ഒരു എഴുത്ത് വരുമ്പം ഇപ്പം നിങ്ങൾക്ക് സംഗീതമാണ് കൂടുതലും വരേണ്ടത്, എന്നാലും ഈ എഴുത്ത് വരുമ്പം ഇപ്പം നിങ്ങൾ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും ഇന്ന വാക്ക് അല്ലെ ഇന്ന അക്ഷരം ഉപയോഗിക്കേണ്ട, ഇന്ന അക്ഷരം ഉപയോഗിക്കണം. അപ്പം മ്യൂസിക് ഡയറക്ടറിനും അത്തരത്തിലൊരു സെൻസ് അതിനകത്ത് ആവശ്യമുണ്ട്. ഈ എഴുത്തിനൊരു സ്വാധീനം തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ? തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ ആദ്യം ഈണ ഇട്ടിട്ടാണല്ലോ ലിറിക്സ് എഴുതുക. അപ്പോൾ ഗിരീഷേട്ടൻ എങ്ങനെ വന്ന് ഈണമൊക്കെ കേൾക്കും, എന്നിട്ട് പിന്നെ അതിനെ മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗിരീഷ് ഒന്നുകൂടെ പാട് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇത് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ചില ഈണങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചില ഡമ്മി വാക്കുകളൊക്കെ വരും. അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. പക്ഷേ സൗണ്ടിങ് വൈസ് ഇതുപോലെ ആണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ഈ ഡമ്മി വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ പോലെയാണ് നമ്മൾ വരിക പലപ്പോഴും. അപ്പോൾ ഗിരീഷേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ പറയും, നീ ആരടാ, ഗിരീഷ് കുട്ടഞ്ചേരിയോ? രണ്ടും കൂടെ വരി ലിറിക്ക് കയറുന്ന കാരണം പാട്ടിനകത്ത്. അത് വേണ്ട, ഞാൻ എഴുതിക്കോളാം, ഇവിടെ ഞാൻ എഴുതാൻ, നീ മ്യൂസിക് ചെയ്താൽ മതി. ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ട പരിചയത്തിൽ പറഞ്ഞത്, ഈ നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഈണം പറയുമ്പം ഒന്നിക്ക് സ്വരങ്ങൾ പറയും, അല്ലെങ്കിൽ ആകാരം ഉപയോഗിച്ചൊക്കെ പറയും. അപ്പം ഈ ഇളയരാജ സാറും മറ്റേ ടാ വെച്ചിട്ട് ടാ എന്ന് പറഞ്ഞിട്ടാണെന്ന് ഈ ആറ്റിൻകര ഓരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമ്പോൾ ടായുടെ ഒരു നിരയുണ്ട്. ഇപ്പം ചേട്ടൻ തന്നെ പാട്ടെടുത്താൽ ചില സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനിപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഇപ്പം പറഞ്ഞു 5 മിനിറ്റ് കൊണ്ടുണ്ടായ പാട്ടാണ്. അതിനകത്ത് ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ, ആദ്യം അക്ഷരപ്പൂട്ട് എന്നുള്ളൊരു 2 വാക്കുകൾ ചേർത്തൊരു വാക്കുണ്ടാകും. ആദ്യം തുറന്നു തന്നു, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതൊന്നു കൂടെ വന്നു. ഇത് മകന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എന്നാൽ ശിക്കാർ എന്ന് പറയുന്ന ചിത്രത്തിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട് വരുമ്പം അച്ഛനും തിരിച്ചാണ്. വെയിലാൽ നീ വാടും നേരം തണലായി ഞാൻ നിൽക്കാൻ ചാരെ, മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത പ്രായം നിന്റെ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ 5 മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പം കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ അസാധ്യമായിട്ട്, കാരണം അതിനൊരു സാധ്യത കുറവുണ്ടല്ലോ. നിങ്ങളുടെ ഈണത്തിൽ സ്വാഭാവികമായ ഗുരുത്വാകർഷണം കൊണ്ട് നമുക്കൊരു ശാഠ്യം വരാം. അതേ ശാഠ്യം ഒരു എഴുത്തുകാരന് ഇവിടെ ഇത് തന്നെ വേണം എന്ന് വരാം. അപ്പൊ ഇതിനെ നമ്മൾ ഏത് പോയിന്റിലാണ് ഒന്ന് ഫിക്സ് ചെയ്യുന്നത്? ഒരു പാട്ടിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒളിച്ചിരുന്നേ ആ പാട്ട്, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, ജനകൻ. അപ്പൊ അത് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഗിരീഷേട്ടൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ആ റൂമിലിരുന്നു. ഒരു പരസ്യം കയറ്റിക്കോട്ടെ, ജനകൻ അത് സംസ്ഥാന അവാർഡാണ്, രാജലക്ഷ്മി. അപ്പം തുടർച്ചയായി 6 വർഷം കേരള സംസ്ഥാന അവാർഡ് ജയേട്ടന്റെ പാട്ടുകൾക്കാണ് ഫീമെയിൽ സിംഗേഴ്സിന് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ കൊല്ലം, അടുത്ത കൊല്ലം അങ്ങനെ 6 വർഷം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒളിച്ചിരുന്നേ. അപ്പോൾ അങ്ങനെ പാട്ട് ഈണം ചെയ്ത് ഗിരീഷേട്ടൻ കേട്ട്, ഗിരീഷേട്ടൻ ഈ ആദ്യത്തെ 2 ലൈനിന് ഒരു 10-12 പല്ലവികൾ എഴുതി. അപ്പോൾ ഈ 12 കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സാധനമല്ല. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച പോലെ ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേ. അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് നല്ലൊരു വഴക്കിന്റെ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. അപ്പോൾ സങ്കടം, ചേട്ടനാണല്ലോ. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇനി നിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല എന്നും പറഞ്ഞു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ വണ്ടിയെടുത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആകെ, അയ്യോ ഇത് തെറ്റായി പോയല്ലേ, ഇനിയിപ്പോൾ ഗിരീഷേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് ഭയങ്കര സങ്കടമായി. അപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രിയ അടുത്തൊക്കെ പറഞ്ഞു, ഇതിങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാത്രിയായിട്ടും ഗിരീഷേട്ടനെ അങ്ങോട്ട് വിളിക്കണം എന്നുണ്ട്, പക്ഷെ വിളിക്കാനായിട്ട് ഒരു ധൈര്യവും കിട്ടുന്നില്ല. മാത്രമല്ല എന്തോ ഒരു മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ പോയിൽ ചെയ്ത് വരുന്നു. രാവിലെ ഒരു 5 മണിയായപ്പോഴത്തേക്കും ഒരു ഫോൺ വന്നു. അപ്പം ഞാൻ നല്ല ഉറക്കമാണ്. അപ്പോൾ മോനെ കുട്ടാ, എൻ്റെ മോനല്ലേ, എടാ നീ വാടാ, ഗിരീഷേട്ടൻ നിനക്ക് എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പാട്ട് എഴുതി വെച്ചിരിക്കുന്നത് നിനക്കറിയാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ചാടി എഴിച്ച് കുളിക്കാൻ പോലും നിന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പേപ്പറിൽ ഒളിച്ചിരുന്നേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് മറക്കാനാവാത്ത കണ്ണ് നിറച്ച ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ കഥാവശേഷൻ എന്ന് പറയുന്നതിലെ കണ്ണ് നട്ട് കാത്തിരുന്നട്ടം എന്ന് പറയുന്ന പാട്ട്, അത് ചേട്ടനാണ് സംഗീതം. ഈ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ട്, അതിൻ്റെ കമ്പോസിങ് സെഷനിലാണ് ശരിക്ക് ഗിരീഷേട്ടൻ ശരിക്കും വളരെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ
എൻ്റെ മാറിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ശരിക്കും എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീര് കൊണ്ട്. കാരണം ഗിരീഷേട്ടൻ്റെ പഴയ കാലങ്ങൾ ഗിരീഷേട്ടൻ ഓർമ്മ വന്നു. കൊച്ചു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വീട്, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം ഓർത്ത് ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു. അപ്പം ഞാൻ അന്നും കരഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത് വല്ലാണ്ട് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതൊരു പെയിൻ്റെ ജേണിയാണ്. ആ പെയിനിൽ നിന്നായിരിക്കണം മിക്കവാറും ഗിരീഷേട്ടൻ്റെ ഈ പാട്ടുകളൊക്കെ ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ കണ്ണുനട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ കണ്ണുനട്ട് കാത്തിരുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാധര മാഷ് അതിനെക്കുറിച്ച് ഓർക്കുന്നത് ഒന്ന് കേൾക്കാം. തീർച്ചയായും ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപുള്ള ഓർമ്മകൾ വരിക. അതിഗംഭീരമായിട്ട് എഴുതുന്നു, പാട്ടുകൾ എഴുതുന്നു, കഥകൾ എഴുതുന്നു, ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എഴുതാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു. ആദ്യകാലങ്ങളിൽ എനിക്ക് കുറേ പാട്ടുകൾ അയച്ചു തരിക, ഒരു 10-15 പാട്ട് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ കോഴിക്കോട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ്. എന്തെങ്കിലും അവസരം വന്നാൽ ഞാനും കുറേശ്ശെ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ്. ഇതൊന്ന് പറ്റിയതൊക്കെ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് പാട്ട് അയച്ചു തരിക. അതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നതും ഒരു പാട്ടെഴുത്തുകാരനായിട്ട് ലോകം കീഴടക്കി നമ്മളെയൊക്കെ മോഹിപ്പിച്ച ഒരു എഴുത്തുകാരനായിട്ട് വരുന്നത്. സിനിമ വളരെ കുറച്ചേ ഞങ്ങൾ 2-3 പടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിനുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത പാട്ടുകളും ഒരുപാട് നമ്മുടെ സിനിമാ രംഗത്തുള്ള പ്രശസ്തരുടെയൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്നും വിട്ടുപോകാത്ത പാട്ടുകൾ ഉണ്ടാക്കിയ ആൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി, കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറയുന്ന എം ജയചന്ദ്രനെ കൊണ്ട് ചെയ്യിച്ച കഥാവിശേഷം എന്ന സിനിമയ്ക്ക് വേണ്ടിയൊരു പാട്ട്. അപ്പോൾ ഞാൻ പാട്ടുകാരനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങൾ താണ്ടി നടന്ന ഒരാൾ ഈ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയും ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ ഭാവഗായകൻ ജയേട്ട 4 വരി പാടിയിട്ടുണ്ട്. പക്ഷേ 8 വരി മേജർ പോർഷൻ ഞാനാണ് പാടിയത്. കണ്ണും തൊട്ട് കാത്തിരുന്നിട്ട് പാടാണ്ട് എനിക്കൊരു വേദിയിൽ പോരാൻ പറ്റില്ല. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ആ പാട്ടിൻ്റെ രചനയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊന്നും മറന്നില്ല. എല്ലാ പാട്ടുകളെക്കുറിച്ചും ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കാൻ പറ്റുന്ന രചയിതാവല്ലായിരുന്നു അദ്ദേഹം.